نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൽ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടുപോയ സ്വഹാബിമാരെ ഖബറടക്കിയിട്ടുള്ള ആ മഖ്ബറയുടെ അടുത്തേക്ക് ചെന്നു. മഖ്ബറത്തുൽ ബഖീഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഖ്ബറകളുള്ള ഒരുപാട് ഖബറുകളുള്ള ഭാഗത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബിമാരും ഉണ്ടായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സത്യവിശ്വാസികളെ മറമാടിയിട്ടുള്ള ആ ഖബറുകൾ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറാളികളോട് സലാം പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. തീർച്ചയായും അള്ളാഹു കണക്കാക്കുന്ന ഒരു സമയം ഞങ്ങളും നിങ്ങളുമായിട്ട് വരുന്നതായിരിക്കും, നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളും എത്തപ്പെടുന്നതായിരിക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് സ്വഹാബത്തിനോടായിക്കൊണ്ടൊരു വാചകം കൂടി പറഞ്ഞു, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. തീർച്ചയായും ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ അതിയായി ഇഷ്ടപ്പെടുന്നുണ്ട്.
എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കേട്ടപ്പോ സഹാബിമാര് പറഞ്ഞു, അവലസ്ന ഇഖ്വാനക്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളല്ലേ നിങ്ങളുടെ ആ ഒരു ഇഖ്വാൻ എന്ന് പറയുന്ന സഹോദരങ്ങൾ എന്ന് പറയുന്നവർ ഞങ്ങളല്ലേ? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ്, നിങ്ങൾ എന്റെ സഹചരന്മാരാണ്. വഇഖ്വാനുന അല്ലദീൻ ലം യഅ്തു ബഅദ്, എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശേഷം വരുന്ന ഞാൻ കാണാത്ത ചില ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം പിന്നീട് കടന്നു വരുന്നവരാണ് എന്റെ സഹോദരങ്ങൾ. അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ ഈ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ഉമ്മത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കടന്നു വരുന്ന ദീൻ ഉൾക്കൊള്ളുന്ന ആളുകളെ കാണുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ആഗ്രഹിച്ചു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മളെപ്പോലുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ളവരെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഹദീസിന്റെ തുടക്കമെങ്കിൽ തീർച്ചയായും അതൊരിക്കലും ഭൗതിക ലോകത്തുള്ള കാഴ്ചയല്ല. കാരണം അങ്ങനെ കാണുകയാണെങ്കിൽ അവർ സ്വഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് പ്രവാചകനിൽ വിശ്വസിച്ച് ജീവിച്ച ആളുകൾക്കാണല്ലോ സ്വഹാബിമാർ എന്ന് പറയുന്നത്. ആ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനല്ല, അവർ അസ്ഹാബാണ്, നബിയുടെ സ്വഹാബിമാർ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാൻ എന്ന് പ്രയോഗിച്ചത് ആരെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാത്തത്, അവരെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് അപ്പോൾ എവിടെ വെച്ചായിരിക്കും? ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അത് സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട്, സ്വർഗത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കഴിഞ്ഞുപോയ സമൂഹത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകളെ, മുഅ്മിനാത്തുകളായ ആളുകളെ കാണുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് ആ ഒരു ആഗ്രഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നാറുണ്ട് നമ്മുടെ നേതാവിനെ ഒന്ന് കാണണമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അവർ ചെയ്യേണ്ടത്? ആ ഒരു ഭാഗ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 9 കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾ സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമുക്കതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുക എന്നാണ്. ബാക്കിയൊക്കെ അതിനു ശേഷം നമുക്കതിനൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ സ്വർഗം കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നാൽ സ്വർഗത്തിലെത്തുക എന്നത് മാത്രമല്ല, സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെത്തുക എന്നുള്ളതല്ല. നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ ഫിർദൗസിലെത്തണമെന്നും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരിക്കണമെന്നും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുക. നമുക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോഴേ അതിനുവേണ്ടി പരിശ്രമിക്കുകയുള്ളൂ. നമുക്കൊരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ അതിനുവേണ്ടി പണം മാറ്റിവെക്കൂ. എല്ലാത്തിനും ആഗ്രഹം പ്രധാനമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ആ ഒരു ആഗ്രഹം ഇന്നലെ മിനിഞ്ഞാന്നുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടു. കഴിഞ്ഞ ഖുതുബയിലും അതിനു മുമ്പുള്ള ഖുതുബകളിലൊക്കെ നമ്മൾ കേട്ടു. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹത്തിൽ
അള്ളാഹുവേ, നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് പ്രവാചകന്റെ കൂടെ ഇരിക്കാൻ അതിനെനിക്കൊരു തൗഫീക്ക് നൽകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. ഒന്നാമത്തെ വിഷയം ആഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം ഉണ്ടാവും, അതിനുവേണ്ടി താല്പര്യം ഉണ്ടാവും, എല്ലാം അതിൽ നിന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് അയാൾ പറയാണ്, യാ റസൂലല്ലാഹ് മത്തസ്സാഅക ഐമ, എന്നാണ് അന്ത്യദിനം സംഭവിക്കുക? എപ്പോഴാ അന്ത്യദിനം സംഭവിക്കാന്ന് ചോദിച്ചു. ഉടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, വമാ അഅദത്ത ലഹ, നീ അതിനു വേണ്ടി എന്താ തയ്യാറാക്കിയിട്ടുള്ളത്? നീ അന്ത്യദിനം എപ്പോഴാണ് ചോദിക്കുന്നുണ്ട്, നീ അതിനു വേണ്ടി എന്താ തയ്യാറാക്കിയിട്ടുള്ളത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, മാ അഅദത്തു ലഹാ ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ് വറസൂലഹു, ഞാൻ ഒന്നും തയ്യാറാക്കിയിട്ടില്ല. എന്റെ അടുക്കൽ ആകുള്ളത് അള്ളാഹിനോടും റസൂലിനോടും അങ്ങേയറ്റത്തെ ഇഷ്ടം എനിക്കുണ്ട്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എനിക്ക് അള്ളാഹിനും റസൂലിനും വലിയ ഇഷ്ടമാണ്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നക മഅ മൻ അഹ്ബബ്ത, തീർച്ചയായും നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നീ സ്വർഗ്ഗത്തിലുണ്ടാകുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വനഹ്നു കദാലിക്, അല്ലാഹുവിന്റെ റസൂലേ, അത് ആ മനുഷ്യന് മാത്രമുള്ളതാണോ, അതല്ല ഞങ്ങൾക്കും ആ ഒരു സൗകര്യം ഉണ്ടോ, ആ ഒരു ഓഫർ ഞങ്ങൾക്കുണ്ടോ? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, എല്ലാവർക്കും ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഫരിഹ്നാ യൗമഇദിൻ ഫറഹൻ ശദീദ, അന്നേ ദിവസം ഞങ്ങൾ അതിയായി സന്തോഷിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസം. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫറഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാചകം, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നവന്റെ കൂടെയാണ് നിങ്ങൾ പരലോകത്തുണ്ടാകുക എന്ന ആ ഒരു വാചകം കേട്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅന ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അബൂബക്കറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉമറിനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി വഇയ്യാഹും, അവരോടുള്ള ഇഷ്ടം കാരണത്താൽ അവരുടെ കൂടെ സ്വർഗ്ഗത്തിലെത്തുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, അവരോടുള്ള ഇഷ്ടം കാരണത്താൽ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെ ഒന്നും ഞാൻ നന്മ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രയൊന്നും നന്മ ഒരു പക്ഷേ എന്റെ ജീവിതത്തിലില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാചകം എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസമാണ്. എന്താണ് ആ വാചകം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്നുള്ള ആ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ദുനിയാവിലും ആ ഇഷ്ടം ആഗ്രഹിച്ചു, ദുനിയാവിലും അവരാഗ്രഹിച്ചു. എത്രത്തോളം എന്നാൽ യമൻകാരനായിരുന്ന സ്വഹാബിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അശ്അരി ഗോത്രം എന്ന് പറഞ്ഞാൽ യമനിലുള്ള ഗോത്രമാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മദീനത്തേക്ക് വരിക. ആദ്യമായിട്ട് അവർ വരിക, യമനിൽ നിന്നും മദീന ലക്ഷ്യമായിട്ട് അവർ വരുന്നത്. പക്ഷേ അവരെത്തിപ്പെട്ടത് അബ്സീനയിലായിരുന്നു. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്താണ് എത്തിയത്. ദിവസങ്ങളോളം മാസങ്ങളോളം യാത്ര ചെയ്ത് അബ്സീനയിലെത്തി. പിന്നെ വീണ്ടും അവർ അബ്സീനയിൽ നിന്ന് മദീന ലക്ഷ്യമാക്കി വരിക. ആ വരവിൽ അവർ പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്, ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ഗദൻ നൽഖാ അഹിബ്ബാ മുഹമ്മദൻ വഹസ്ബ, ഞങ്ങൾ നാളെ ഞങ്ങളുടെ പ്രവാചകനെ കാണും, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെയും ഞങ്ങൾ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടി വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ളതില്ല ഒരു ആഗ്രഹം. അത് കേവലം ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, അവർക്ക് മരണം വരുന്ന സമയത്ത് പോലും അവരുടെ വാക്കുകളുണ്ട്. ഇതേ വാചകം മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞ രംഗുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തു വന്നു. ഭാര്യ കരയാണ്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അത്തറുകൾ ഉണ്ടായിരുന്നു, ബദർ യുദ്ധത്തിൽ കിട്ടിയതാ. അതെടുത്ത് തന്റെ ശരീരത്തിൽ പുരട്ടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമാണ്, ഗദൻ നൽഖാ അഹിബ്ബ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ ഞാൻ നാളെ കണ്ടുമുട്ടും, എന്റെ പ്രവാചകരെ ഞാൻ നാളെ കാണും. മരിക്കാൻ കിടക്കുന്ന സമയത്തുള്ള വാക്കാ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു സുഫീൻ യുദ്ധത്തിൽ ഷഹീദാകുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ വാചകം, ഇതാ ഇന്ന് ഞാൻ എന്റെ മരണം കാണുന്നുണ്ട്, ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത്, സ്വർഗത്തിന്റെ സുഗന്ധം അതെന്നെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ എന്റെ പ്രവാചകരെ നാളെ കണ്ടുമുട്ടും. വല്ലാത്ത ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന അതിയായ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ആ ആഗ്രഹം അവരുടെ കേവലം ഒരു ആഗ്രഹമായി മാത്രം വെക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്തണമെങ്കിൽ മൂന്നാമത്തെ കാര്യം അല്ലാഹുവിനെയും റസൂലിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്നുള്ളതാണ്. മറ്റെന്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ കഴിയും. ആ വാചകം ഒന്നുകൂടി മനസ്സിലാക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വരിക. വളരെ വിഷമത്തോടു കൂടിയാണ് ആ മനുഷ്യൻ വരുന്നത്. ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ലഉഹിബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്നേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, എന്നേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെയാണ്. വ ഇന്നക ലഉഹിബ്ബു ഇലയ്യ മിൻ അഹ്ലി, എന്റെ കുടുംബത്തിനേക്കാളും എനിക്കിഷ്ടം നിങ്ങളെയാണ്. വ ഉഹിബ്ബു ഇലയ്യ മിൻ വലദി, എന്റെ മക്കളെക്കാളും പ്രവാചകരെ എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടമുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വ ഇന്നി ലഅകൂനു ഫിൽ ബൈത്ത്, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നും, ഞാനപ്പോ വേഗത്തിൽ വരും, നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കും, നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ ഇരിക്കും. പക്ഷേ ചില സമയത്ത് എനിക്ക് ബോധക്ഷയം സംഭവിക്കുക ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോ. എന്താണെന്നറിയോ, അള്ളാന്റെ റസൂലേ, ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോ നിങ്ങളുടെ അടുത്ത് വരാനും നിങ്ങളുടെ ചാരയിരിക്കാനും നിങ്ങളുടെ കൈ പിടിക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യമുണ്ട്. പക്ഷേ നിങ്ങളോ ഞാനോ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? നിങ്ങൾ അള്ളാന്റെ അടുക്കലെത്തിയാൽ നിങ്ങൾക്ക് ഉന്നതമായ പ്രവാചകന്മാരുടെ സ്ഥാനത്തല്ലേ നിങ്ങൾ ഉണ്ടാവുക? ഞാൻ എവിടെയാ? ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ഏറ്റവും താഴെയുള്ള ഭാഗത്തല്ലേ? നിങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലും എനിക്കെത്തണം. നിങ്ങളെ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം നിങ്ങളെ കാണാൻ എനിക്ക് കഴിയണം. എന്താണ് പ്രിയപ്പെട്ട പ്രവാചകരെ അതിന് ഞാൻ ചെയ്യേണ്ടത്? ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തിറക്കി. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്. എന്താണ് ആയത്ത് എന്നറിയോ? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ومن يطع الله والرسول, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, അങ്ങനെ അനുസരിക്കുന്ന ആളുകൾ ഫഉലൈക മഅല്ലദീൻ, അവർ ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ്. എന്താണ് ആളുകളുടെ പ്രത്യേകത എന്നോ? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞവരായ പ്രവാചകന്മാരുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെയാണ് അവർക്ക് താമസിക്കാൻ സൗകര്യമുണ്ടാകുക. അള്ളാഹുവിന്റെ വാചകം അല്ലാണ്ട് അവതരിപ്പിച്ചു കൊടുത്തു. സഹാബിമാർക്ക് സന്തോഷായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തണോ? എന്നാൽ അള്ളാഹ് പറഞ്ഞതിനനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനനുസരിച്ച് ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹും റസൂലും പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മുടെ സമൂഹം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ. മറിച്ചൊരു വിശ്വാസിയാണോ, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിനപ്പുറത്ത് എനിക്കൊരു ഇഷ്ടമില്ല. ഈ സ്വഹാബി വന്നിട്ട് പറഞ്ഞത് അതാ, എന്നേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം നിങ്ങളെയാണ്, എന്റെ കുടുംബത്തിനേക്കാളും എന്റെ മക്കളെക്കാളും ഒക്കെ ഇഷ്ടം പ്രവാചകരെ നിങ്ങളോട്.
അവിടെ പ്രിയപ്പെട്ടവരെ ഒരു വാചകം കൂടിയുണ്ട്, എനിക്ക് എന്റേതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ട് എന്ന് പിന്നെ പറയൂല. ഏതെങ്കിലുമൊക്കെ ഇസ്ലാമിക നിയമം പറയുമ്പോഴേ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കണ്ടേ, ഇന്ന ഒരായത്ത് അത് ഹറാമാണെന്ന് പറയുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്റേതായ ഒരു ഇഷ്ടമുണ്ട് എന്ന് വിശ്വാസി പറയൂല. വിശ്വാസിയുടെ വാക്കതല്ല. വിശ്വാസി അങ്ങനെ ഖുർആനിലുണ്ടോ, സമിഅനാ വഅതഅനാ, ഞാനത് കേട്ടു, ഞാനത് അനുസരിച്ചു. സത്യവിശ്വാസി അല്ലെങ്കിലോ അവന് ഒരുപാട് ന്യായങ്ങളുണ്ടാകും. അവന്റെ ജോലിന്റെ കാര്യം പറയാനുണ്ടാകും, അവന്റെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസിനെ കുറിച്ച് പറയാനുണ്ടാകും, അവന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ച് പറയാനുണ്ടാകും, അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയാനുണ്ടാകും, അവൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ കാര്യം പറയാനുണ്ടാകും, മഹല്ലിനെ കുറിച്ച് പറയാനുണ്ടാകും, സംഘടനയെ കുറിച്ച് പറയാനുണ്ടാകും, എല്ലാം ഉണ്ടാവും. എന്നാ വിശ്വാസിക്കോ? ഇതൊന്നുമില്ല. അല്ലാഹുവും റസൂലും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ ഒരു അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയുള്ളൂ. നാലാമത്തെ കാര്യം, ഒരു മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്തണമെങ്കിൽ നിർബന്ധ കർമ്മങ്ങളിൽ കണിശത ഉണ്ടാകും. നിർബന്ധ കാര്യങ്ങൾ എന്താണോ അതിലൊക്കെ ഒരു കൃത്യതയും കണിശതയും ഉണ്ടാകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ഷഹാദത്ത് ഞാൻ ഉൾക്കൊണ്ടു. വഅന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും. വസല്ലൈതുൽ ഖംസ്, 5 വക്ത് നിസ്കാരവും ഞാൻ നിസ്കരിക്കുന്നുണ്ട്. വഅദ്ദൈതു സകാത്ത മാലി, എനിക്ക് നിർബന്ധമായിട്ടുള്ള സക്കാത്ത് എന്റെ സമ്പത്തിൽ നിന്ന് ഞാനത് കൊടുത്തു വിട്ടുന്നുണ്ട്. വസുംതു ശഹ്റ റമളാൻ, റമളാനിൽ ഞാൻ നോമ്പെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആ മനുഷ്യനോട് പറയാണ്, മൻ മാത അലാ ഹാദാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ കാന മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ നബിമാരുടെയും സുദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെയാണ് അയാൾ ഉണ്ടാകുക. എന്താ വേണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുക, കൃത്യമായിട്ട് നിസ്കരിക്കുക, അതേപോലെ തന്നെ കൊടുത്തുവിട്ടാനുള്ള സക്കാത്ത് കൊടുത്തുവിട്ടുക, കൃത്യമായിട്ടുള്ള നോമ്പെടുക്കുക. ഈ നിർബന്ധ കർമ്മങ്ങളിൽ ഒരു കുറവും വരുത്താതെ കൃത്യമായിട്ട് ഒരാൾ ചെയ്താൽ അയാൾക്ക് നാളെ പരലോകത്ത് പ്രവാചകന്റെ കൂടെ, സഹാബത്തിന്റെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അയാൾക്ക് ജീവിക്കാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് ചേർത്ത് ഇങ്ങനെ 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാകുക, അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, മാലം യഉഖ വാലിദൈ, വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം. ഇതൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, മാലം യഉഖ വാലിദൈ, അവന്റെ മാതാപിതാക്കളെ അവൻ പ്രയാസപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രം. ഉമ്മാനും ഉപ്പാനും പ്രയാസപ്പെടുത്തുന്നവനാണോ അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല എന്ന ഒരു ധ്വനി കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകത്തിൽ പറയുന്നുണ്ട്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക വളരെ ഗൗരവപ്പെട്ട കാര്യം, വൻ പാപങ്ങളുമായി എണ്ണപ്പെട്ടിട്ടുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ഗൗരവമുണ്ട്. ഈ വാചകത്തിനും ഗൗരവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നിർബന്ധ നമസ്കാരങ്ങൾ, നിർബന്ധ കർമ്മങ്ങൾ എല്ലാത്തിനും ഗൗരവമുണ്ട്. ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ അതിനെ കാണണം. 5ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താനുള്ള ഒരു കാര്യമാണ് സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എന്താ ഈ സുജൂദ് വർദ്ധിപ്പിക്കാം? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? ഹദീസിൽ കാണുവാൻ സാധിക്കും. മഹാനായ റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സേവകനായിട്ട് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം നിന്നിരുന്നു. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുദു എടുക്കാൻ ആവശ്യമുള്ള വെള്ളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള വെള്ളവും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ചെയ്യണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, റബിയ, നിങ്ങൾ ചോദിച്ചോളി, നിങ്ങൾ ചോദിച്ചോളി, നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത് നിങ്ങൾ ചോദിച്ചോളി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരു മുറാഫഖത്ത്, ഒരു ആത്മബന്ധം, ഒരു ബന്ധം എനിക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവണം, നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവണം, അതാ ഞാൻ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ ഗൈറ ദാലിക്, അതല്ലാത്ത വല്ലതും ഉണ്ട്.
ഉടനെ അദ്ദേഹം പറഞ്ഞു ഹുവദാക്ക്, അത് മതി, അത് മതി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ബാക്കി കൂടി പറയുന്നുണ്ട്. പല ആളുകളും അത് പറയാറില്ല. ഖേദകരമെന്ന് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തും ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗവും ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയാം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഈ ഒരു ഹദീസിനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇതിന്റെ ബാക്കി പറയില്ല. ഇതിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? എന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കണം. അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അഥവാ ധാരാളം നിസ്കരിക്കാം. നിസ്കാരം പഠിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം സമയങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ സുജൂദുകളിലായിട്ട് നിങ്ങൾ നിർവഹിക്കുക. ഉള്ള നമസ്കാരത്തിൽ കൂടുതൽ സുജൂദ് ചെയ്യുക എന്നല്ല, ധാരാളമായിട്ട് നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, നവാഫിലുകൾ എന്താണോ ഉള്ളത് അതൊക്കെ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുക. നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുണ്ട്. എപ്പോ വുളു എടുത്താലും സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ നിങ്ങൾ എന്നോട് എന്തും ചോദിച്ചോളി, നിങ്ങൾക്ക് സ്വർഗം ഞാൻ തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം കൊടുക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കൊടുക്കുന്നതായിരിക്കുന്നറിയോ? ഖത്തഅതുക ബിദി യാ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെ ആരുമില്ല. ആ ഫാത്തിമ ബീവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻഖിദി നഫ്സിക മിനന്നാർ, ഫാത്തിമ നരകത്തെ തൊട്ട് നീ സ്വയം രക്ഷപ്പെടാൻ നോക്കിക്കോ. പാപ്പാക്കൊന്നും ചെയ്യാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചാൽ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഓരോരുത്തരെയും നരകത്തിലേക്ക് മാറ്റിവെക്കാനും കഴിയൂല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നീ എന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു, പാപ്പണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ടില്ല. നരകത്തെ സൂക്ഷിക്കണം കേട്ടോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിനോട് മാത്രമല്ല, ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട്, സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അവരോടും വലിയ സ്ഥാനം ആർക്കെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളിൽ കുറച്ചൊക്കെ ഒരു ശ്രദ്ധ വേണം. കുറച്ചൊക്കെ സുന്നത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. ഒരു പക്ഷേ ഫർള് നമസ്കാരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നവരായിരിക്കാം. അതിന്റെ കൂടെ തന്നെ സുന്നത്തുകളിലും ഒരു ശ്രദ്ധ, കുറച്ചൊക്കെ അതിനു വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള ആറാമത്തെ കാര്യം എന്താണെന്നറിയോ? യതീമിനെ സംരക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചൂണ്ടുവരലും നടുവരലും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും നാളെ പരലോകത്ത്, നാളെ സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. യതീമിനെ സംരക്ഷിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യമാണ്. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇന്ന് യതീം ഗാനങ്ങളുണ്ട്. അവിടെ യതീമുകൾ കുറവാണ്. ഇനി അത് സംരക്ഷിക്കുന്ന ആളുകളാവട്ടെ, എന്റെ ഒരു 100 രൂപ കൊടുത്താൽ കഴിഞ്ഞു യതീമിനെ സംരക്ഷിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല. ഒരു യതീമിനെ ഏറ്റെടുക്കാൻ ഹദീസിൽ കാണുവാൻ സാധിക്കും. ആ യതീമായ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തുന്നതുവരെ, യതീം എന്ന് പറഞ്ഞാൽ വാപ്പ മരണപ്പെട്ട ചെറിയ കുട്ടികൾക്കാ പറയാം. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിനെ നോക്കാൻ ആരും ഇല്ല എന്നതിന്റെ അർത്ഥം. അങ്ങനെയുള്ള കുട്ടികളെ ഏറ്റെടുക്കലാവട്ടെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് 2 മക്കളാണോ എങ്കിൽ ആ കുട്ടി എന്റെ 3ാമത്തെ കുട്ടിയാണ് എന്ന ബോധ്യത്തോടു കൂടി ആ കുട്ടിയെ സഹായിക്കുക. നമ്മുടെ മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങുമ്പോൾ കഴിവിന്റെ പരമാവധി ആ കുട്ടിയെ സഹായിക്കുക. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. യതീം കുട്ടികളുണ്ടാകും, നമ്മുടെ അയൽപക്കങ്ങളിൽ ഉണ്ടാകും, നമ്മുടെ പരിചയത്തിലുണ്ടാകും, നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളുണ്ടാകും. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു റെസിപ്റ്റുമായിട്ട് ഇങ്ങനെ വരുന്ന ഏതെങ്കിലും യതീംഖാനക്ക് ഒരു 50 രൂപ കൊടുത്താൽ ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ആ കുട്ടിയെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോഴാണ് യതീമിനെ സംരക്ഷിക്കുന്നവനാകുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ പറ്റുക. 7ാമത്തെ വിഷയം, സൽസ്വഭാവമുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അഹിബ്ബക്കും,
നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നോട് നാളെ സ്വർഗത്തിൽ അടുത്തിരിക്കുന്നവർ, എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പത്തിലാകുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും. നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് മാറും. ഒരു പക്ഷേ എനിക്ക് എന്റെ സ്വഭാവത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. ഓരോ ആളുകൾക്കും അങ്ങനെയായിരിക്കും അവരവരുടെ സ്വഭാവത്തെ കുറിച്ച്. എന്നാൽ നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളോടൊന്ന് ചോദിക്കുക, വേറെ ആരോടും വേണ്ട. നമ്മുടെ ഭാര്യയോട് ചോദിക്കുക നമ്മുടെ സ്വഭാവം, നമ്മുടെ മക്കളോട് ചോദിക്കുക, നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കുക, നമ്മുടെ അയൽവാസികളോട് ചോദിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഈ പറയപ്പെട്ട ആളുകളോടാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പോരായ്മകൾ ഓരോന്നുണ്ടാകും. നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്നുള്ളത് നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊന്നും ആ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് പറയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നമ്മുടെ ഉമ്മ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. അഥവാ ഖുർആനിൽ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളുടെ എല്ലാം പൂർത്തീകരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലുണ്ട്. ഖുർആനിൽ എന്തെല്ലാം തിന്മകൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഒരംശം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. തിന്മകളൊന്നുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമമായ സ്വഭാവം ഒരു ഭാര്യയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടേറെ ഭാര്യമാരുണ്ടായിരുന്നു, 11 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു, ഒരു മക്കളും പറഞ്ഞിട്ടില്ല എന്താ എന്റെ വാപ്പങ്ങനെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1,00,000-ൽ പരം സ്വഹാബാ കിറാം നബിന്റെ കീഴിൽ നിൽക്കുന്ന ആളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന നേതാവിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 10 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹു താമസിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസിന്റെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്റെ മകൻ അനസാണ്, ഇവനെ നിങ്ങൾ പിടിച്ചോളൂ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിനെ നോക്കുകയും ചെയ്യട്ടെ. ചെറിയ പ്രായം തൊട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനി ബോധമൊക്കെ ആ കുട്ടി മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല നീ എന്തേ അങ്ങനെ ചെയ്തത്, എന്തേ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നേതാവാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ഒരു മോശം അഭിപ്രായം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മളെ കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടാകുക? മാറേണ്ടതില്ലേ? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നന്മകൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ നന്മകളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. 8ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്തണമെങ്കിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്. നാളെ സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ എന്നോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. നമ്മൾ ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. വെള്ളിയാഴ്ച പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 പുണ്യങ്ങൾ രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇങ്ങനെ പറയുമ്പോൾ ഒരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയാൻ സമയമില്ലാത്ത ആൾ, അതിന് സൗകര്യമില്ലാത്ത ആൾ, അയാളാണ് അൽ ബഖീൽ, ഏറ്റവും വലിയ പിശുക്കൻ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് സാധിക്കും. 9ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പെൺമക്കളെ പോറ്റി വളർത്തുന്ന ആളുകൾക്ക് ഏറെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുപാട് തെറ്റിദ്ധരിച്ച ആളുകളാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആല ജാരിയതൈൻ ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ. ഒരാൾക്ക് 2 പെൺമക്കളുണ്ട്. ആ 2 പെൺമക്കളെയും പ്രായപൂർത്തി എത്തുന്നതുവരെ
അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ വളർത്തിയാൽ ഞാനും അയാളും നാളെ പരലോകത്ത് ഇങ്ങനെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ വെച്ചിട്ടാ പറയുന്നത്. പണ്ട് കാലത്ത് പെൺമക്കൾ ജനിക്കുക എന്നുള്ളത് പല ആളുകൾക്കും പ്രയാസകരമായിരുന്നു. നമ്മുടെ ജാഹിലിയ്യ കാലം എന്ന് പറയും. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അറബ് ഗോത്രങ്ങളിൽ ചില ഗോത്രങ്ങൾ ആ പെൺകുട്ടിയെ ജീവനോടെ കുടിച്ചു മൂടിയിരുന്നു. എല്ലാവരും ഇല്ല, ചില ഗോത്രങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ വാപ്പയുടെ വല്യപ്പയുടെ ഒക്കെ കാലഘട്ടത്തിൽ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും ബേജാറാ. എങ്ങനെ ആ കുട്ടിയെ കെട്ടിക്കുക? ആ കുട്ടിക്കുള്ള സ്ത്രീധനം എങ്ങനെ കൊടുക്കാൻ പറ്റും? ആകെ ബേജാറിലായിരുന്നു. എന്നാൽ ഇപ്പോ ആ സമ്പ്രദായങ്ങളൊക്കെ ഒഴിവായി. എന്നാലും ബേജാറ് വിട്ടിട്ടില്ല. എന്താ കാരണം? ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതത്തിലുള്ള പല തീരുമാനങ്ങളും എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ തീകോരിയിടുന്ന രൂപത്തിലാണ്. അതുകൊണ്ടാ പലരും പടച്ചോനെ ഈ പെൺകുട്ടി വേണ്ട, എന്തേ വളർത്താൻ വല്ലാത്ത പ്രയാസം. ആൺകുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. പെൺകുട്ടികളാവട്ടെ എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് തോന്നിയ രൂപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ വലിയ ബേജാറുണ്ട് പല ആളുകൾക്കും. പ്രിയപ്പെട്ട സഹോദരിമാരോടാ പറയണത്, നമ്മുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരാളുടെ കൂടെ നമ്മൾ പോകുമ്പോ 18 കൊല്ലം 20 കൊല്ലം നോക്കി വളർത്തിയ ഉമ്മയെയും ഉപ്പയെയും വിട്ടിട്ട് നമ്മൾ പോകുക. കേവലം 4-5 മാസത്തെ പരിചയമുള്ള ഒരാളുടെ കൂടെ അയാളുടെ ജീവിതത്തിൽ, അയാളുടെ കൂടെയുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമോ? സ്വന്തം ഉമ്മാനും ഉപ്പാനെയും പ്രയാസപ്പെടുത്തി ഇറങ്ങിയാൽ അയാൾ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ കൂടെ നിൽക്കുക? അല്ല, അയാളുടെ കൂടെ എന്ത് ധൈര്യത്തിലാണ് നിൽക്കുക? കാരണം നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും പിണക്കിക്കൊണ്ട് എന്റെ കൂടെ ഇറങ്ങിവാ എന്ന് പറഞ്ഞാൽ നാളെ ഒരു പക്ഷേ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരുത്തിയുടെ കൂടെ പോകാൻ ഒരു മടിയും കാണിക്കൂല. അന്ന് കൈവെക്കാനോ അന്ന് അയാളെ തടുത്തു നിർത്താനോ നിനക്ക് ഒരിക്കലും സാധിക്കൂല സഹോദരി. എന്താ കാര്യം? അയാൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിന്നെ വളർത്തിയ ഉമ്മാനും ഉപ്പാനും വിട്ടിട്ടാ നീ എന്റെ കൂടെ വന്നത് എങ്കിൽ നിനക്കെന്ത് യോഗ്യതയുണ്ട് എന്നെ തടുത്തു നിർത്താൻ? ആ ചോദ്യത്തിൽ പെട്ടുപോകും. ഒരാളും ഉണ്ടാവില്ല. പിന്നെ അവിടെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം, പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ ഭാവിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവരാണ്. നമ്മളെക്കാൾ കൂടുതൽ ആശങ്ക അവർക്കുണ്ട്. ഒരു പക്ഷേ നമ്മൾ രാത്രി ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ മെസ്സേജ് അയച്ച് അയാളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടുപ്പുറത്തുള്ള റൂമിൽ ഉമ്മാക്ക് കടിക്കാനുള്ള മരുന്ന് വാങ്ങാതെ വാപ്പ വരും. എന്നിട്ട് പറയും, മകളുടെ പഠനത്തിന്റെ ഫീസ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ മരുന്ന് വാങ്ങാനില്ല, എന്താ ഞാൻ ചെയ്യാം? ഉമ്മ പറയും, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം, വേദന ഞാൻ സഹിച്ചോളാം. ഉമ്മയും വാപ്പയും നമ്മുടെ ഭാവിയെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുമ്പോ നമുക്കതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതെ ജീവിക്കുന്ന ആളുകൾ. ആരെയും കുറ്റപ്പെടുത്താനല്ല. അങ്ങനെ ഉമ്മാനും ഉപ്പാനൊക്കെ വിട്ടേച്ചു പോയാൽ എന്ത് സമാധാന ജീവിതത്തിലുണ്ടാകുക, എന്ത് സ്വസ്ഥതയുണ്ടാവുക? പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് നമ്മൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയൂല എന്ന് മാത്രമല്ല, സ്വന്തം ഉമ്മാനും ഉപ്പാനും പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയൂല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടുപോകുക. പ്രത്യേകിച്ച് അവസാനത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ഒരു ബാധ്യതയായിട്ട് നമ്മൾ കാണണ്ട. നമ്മൾ അവരെ നോക്കുന്നുണ്ടോ? തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പറഞ്ഞ് നമ്മുടെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറത്തുൽ ബഖീൽ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമാണ് നമ്മൾ നമ്മുടെ ഖുതുബയുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിമാരോട് പറയാണ്, നിങ്ങൾ എന്റെ അസ്ഹാബാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ ഇഖ്വാനുകളെയാണ്. ആ സമയത്ത് സഹാബിമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതി യാ റസൂലല്ലാഹ്.
അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹത്തെ അത് നിങ്ങളുടെ ആളുകളാണ് എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾക്ക് ഒരു കുതിരയുണ്ട്. അതിന്റെ മുതുകിലും കാലിലുമൊക്കെയായിട്ട് വെളുത്ത രോമങ്ങളുണ്ട്. കുറെ കറുത്ത കുതിരകൾക്കിടയിൽ ആ ഒരു വെളുത്ത കുതിരയെ അല്ലെങ്കിൽ വെള്ള രോമങ്ങളുള്ള കുതിരയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ? സ്വഹാബിമാര് പറഞ്ഞു, ഇല്ല. എങ്കിൽ അതേപോലെ എന്റെ ഇഖ്വാനികളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ അവരെ കാണും. എങ്ങനെയെന്നറിയോ? അവര് ഗുർറൻ മുഹജ്ജലീൻ, അവരുടെ വുദൂ കാരണത്താൽ, അവർ വുദൂ എടുത്ത കാരണത്താൽ അവരുടെ കൈകാലുകൾ വെളുത്തവരായിക്കൊണ്ട് എനിക്ക് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുമ്പോഴും ചില ആളുകളെ എന്റെ അടുക്കിലേക്ക് വരാതെ അവരെങ്ങനെ തടുത്തു നിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അവരെത്തൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുന്നുണ്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ശേഷം അവർ ഒരുപാട് കാര്യങ്ങൾ ദീനിൽ കൂട്ടിച്ചേർത്ത ആൾക്കാരാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കിക്കൊണ്ട് പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഈ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയവരെ നിങ്ങൾക്ക് വിദൂരത്തിലാവട്ടെ, നിങ്ങൾ പോവിടുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരയെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പക്ഷേ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കിക്കൊണ്ട് വിദൂരത്തിലേക്ക് നിങ്ങൾ പോ, നിങ്ങളെ എനിക്ക് കാണണ്ടെന്ന് പറയുന്ന ആളുകൾ ആരാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ദീനിൽ പുതുതായി പലതും ചേർത്തിയുണ്ടാക്കും. അവർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല, എന്നാലും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പല തെറ്റും ചെയ്യുന്ന ആളുകൾ, പല പുത്തൻ ആചാരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരുന്ന ആളുകൾ. ഇതെന്റെ വാചകമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിദ്അത്തിന്റെ ആളുകളെ, ഇസ്ലാമിൽ പുതുതായിട്ട് പലതും കൊണ്ടുവരുന്ന ആളുകളെ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയകറ്റും. അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ആശയം എന്താണോ അത് കൃത്യമായി അറിയാനും പഠിക്കാനും ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു അങ്ങനെ ദീനിന്റെ ആളുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിസരത്തുള്ള 2 ചെറുപ്പക്കാരായ ആളുകൾ മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹു അവരുടെ എല്ലാം ഖബർ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. രോഗികളായിട്ടുള്ളവരുടെ രോഗം അള്ളാഹു ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുള്ളവരുടെ ഏറ്റവും നല്ല ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളെ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകന്റെ സദസ്സിലിരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.